ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ അമീസ് ടെക് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൂസിഫർ 2 എമ്പുരാൻ. ബാക്കി പറയണ്ട, അതോടെ പറ ഫിനിഷ് ആക്കി എന്നിട്ട് വൈൻഡപ്പോടെ ചെയ്യും. അപ്പോൾ ഗൈസ് 2 days ആയി എമ്പുരാൻ 2 ലൂസിഫറിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട്. ബട്ട് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഓണത്തിനിടെ കുട്ടികച്ചവടം കൊണ്ട് വരില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ കൊച്ചി ന്യൂ ഫിലിം സ്കൂളിൽ ഇപ്പോൾ ഫിലിം റൈറ്റിംഗ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ന്യൂ ഫിലിം സ്കൂൾ അതിശയപ്പെടാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 1.5 ഒന്നും അറിയത്തില്ല, അറിയാത്തോണ്ടല്ലോ പഠിക്കാൻ പോയത്. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എഡിറ്റ് ചെയ്യുന്നതും ഗ്രാഫിക്സ് തമ്മിലുള്ളവർക്കെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സോ എനിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് രീതിയിൽ വീഡിയോ ആയിട്ടും പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ ഫിലിം നമുക്ക് വീഡിയോ തുടങ്ങാം. 1.5 month ആയി തുടങ്ങിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു. സോ അവിടെ ഹോസ്റ്റലാണ് PG മാത്രമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ അന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞ്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. നീ അടങ്ങിക്കോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇവനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ, അവരാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് ധരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. രാജനീതി एक धंधा है. പൊളിറ്റിക്സ് ആണല്ലോടാ. പിന്നല്ല, പൊളിറ്റിക്സ് അല്ലേ. പക്ഷേ എന്തോ പൊളിറ്റിക്സിലാണെങ്കിൽ നമ്മുടെ ലൂസിഫർ ആയിട്ട്. ലൂസിഫർ ഫസ്റ്റില് ഇങ്ങനെ ഇതൊക്കെ തന്നെ ആയിരുന്നു. പൊളിറ്റിക്സ് ആടിയൊക്കെയാണ് മെയിൻ. മറ്റേ കുപ്പിച്ചിട്ട് അറിയുന്നത് അല്ല. കാണാം, എന്തോന്നുള്ളത് നോക്കാം. അത്ര ചില്ലറ കൈയല്ല, അല്ലല്ല വലിയ കയ്യ. മനുഷ്യജീവന് മുകളിൽ ഞാൻ കരുതുന്നില്ല. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ്, ഇവരെ മറ്റേ എന്തോ മനസ്സിലായോ? മറ്റേ ഖുറൈശി ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അബ്ദുൽ ഖുറൈശി, അത് തന്നെ. ഖുറൈശി അബ്ദുൽ ഖുറൈശി എന്തേലും ആട്ടെ, അവൻ തന്നെ എന്തേലും എതിരായിട്ട് നിൽക്കുന്ന ആളാ. ജനറലി കേൾക്കലിലാണ്. സ്റ്റീഫൻ ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന. പിതാവിന്റെയും അത്ഭുതപ്പെട്ടിരിക്കുന്നു. KGF ടീം. മോനെ എന്തിനുണ്ടോ ഞാനേട്ടാ എപ്പോഴെപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. ജാൻവിയല്ലാതെ പിന്നെ ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. എപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു. അയാളെ ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യും, ചെകുത്താനെ അല്ലാതെ. Zaid Masood. We have to end this war. ഇംഗ്ലീഷ് ഫിലിം ചെയ്തിട്ടുണ്ടല്ലേ? പ്രൊഡക്ഷൻ ആണോ, എന്താ സ്ക്രീൻ പ്ലേ ആണോ? കൊണ്ട് മടക്കം ലാലേട്ട് വാടാ. പെണ്ണുങ്ങളൊക്കെ അടിച്ചു
മോനെ ഈ ഗണ്ണ് കൊണ്ട് തലക്കൊരു അടി കിട്ടണം. അയ്യോ അപ്പഴേ നല്ല പൊട്ടി തളിക്കും. മോതിരത്തിൽ ബോംബാ. സ്ക്രീൻ പ്ലേ കണ്ടോ? But answer this one question. സൗണ്ട് വേണം. പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ടിങ്. ഇതാണ് ഹൈലൈറ്റ്. ഇതാണ് IMAX. തിയേറ്റേഴ്സ് 27th March. സംഭവം കൊള്ളല്ലേ? പിന്നല്ല, ട്രെയിലർ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അതാണ് സംഭവം, അതാണ് കഥ. എന്തുവാ ഇത്? എന്തുവാ കഥ? സാധാരണ ഫിലിമിലെ ട്രെയിലറിനകത്തില് കഥ എന്തെന്നുള്ള ഇച്ചിരിങ്കിൽ നമുക്കൊരു ഒരു ഒരു വ്യൂ സ്കോപ്പ് വരും, നമുക്ക് വ്യൂ പോയിന്റ് വരും എന്താ കഥ. പക്ഷെ ഇതിനകത്ത് ഒന്നും പറയുന്നില്ല. അതാണ് ട്രെയിലർ. പിന്നെന്താ പറയാനുള്ളത്? അതായത് ഇത് എന്താണ് 2 days ആയി ടീച്ചർ പബ്ലിക് ആയിട്ട് ഇറങ്ങിയിട്ട് അല്ലേ. ഒരു 2-3 മില്യനുള്ളിൽ 2.5 മില്യൺ പ്ലസ് വ്യൂസ് ആയി കയറി. 3 മില്യനുള്ളിൽ. അപ്പൊ ആ ലാലേട്ടന്റെ സ്റ്റീഫൻ മാത്രല്ല, ഇന്നലെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകണം, ഫാൻ ഷോയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. ബട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഫുള്ള് ഞാൻ നോക്കി 1 മണിക്കൂറിൽ 1 lakh പ്ലസ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാം. എന്താണെന്നറിയാം, എംബുലൻ മാത്രം. ഇപ്പൊ ഇൻസ്റ്റയിലും അല്ല ഇത് തന്നെ ഇപ്പൊ ന്യൂസ് 24 ന്യൂസിൽ പോണ്ടേ. കാണണം, കാണണം, എന്തായാലും കാണണം. കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കും എന്തായാലും. കുറച്ച് തിരക്കൊക്കെ മാറിയിട്ട് പോവാം. എന്തായാലും കാണണം. എനിക്ക് ട്രെയിലർ ഒന്നുകൂടെ കാണാൻ തോന്നുന്നത് സത്യമായിട്ടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്താന്ന് വെച്ചാ എന്റെ ചാനൽ ഇപ്പൊ 977 പ്ലസ് കയറിയിരിക്കുന്നു. ഒരു 35-40 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആകുമ്പോഴത്തേന് 1K ആവും. സോ 1K ആകുമ്പോൾ ചെറിയൊരു സ്മോൾ ഗിവ് അവേ നടത്താൻ പ്ലാൻ ഉണ്ട്. ആ ഗിവ് അവേ എനിക്കായിരിക്കും കേട്ടോ. പഴം നോക്കിയിരുന്നു ഒരു പടയെങ്കിലും വാങ്ങിച്ചു തരും. എടാ ഇനി നീ അങ്ങനെ കൊച്ചാക്കി കാണരുത് കേട്ടോ. ഞാൻ നാരങ്ങ മുട്ട വാങ്ങിച്ചു തരാം. അപ്പൊ 1K ആവാൻ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. 1K ചെറിയൊരു ഗിവ് അവേ നടത്താൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. See you soon. Love you all. Stay tuned.